കോതമംഗലം വാരപ്പെട്ടിയിൽ ജനവാസ മേഖലയിൽ ആരംഭിച്ച കള്ളുഷാപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രദേശവാസിയായ കെട്ടിട ഉടമയെ കബളിപ്പിച്ച് വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് കള്ളുഷാപ്പ് തുറന്നത്. ഷാപ്പ് പൂട്ടുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. വാരപ്പെട്ടി പഞ്ചായത്തിലെ 7ാം വാർഡിലുള്ള മയിലൂരിലാണ് കള്ളുഷാപ്പ് പ്രവർത്തനം തുടങ്ങിയത്. ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നത് പ്രദേശത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുമെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷാ ഭീഷണി ഉയർത്തുമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പ്രദേശത്ത് നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ദിവസേന ഇവിടെ എത്തുന്നുണ്ട്. ഷാപ്പ് തുറന്നു പ്രവർത്തിച്ചാൽ സാമൂഹിക പ്രശ്നങ്ങളും അക്രമങ്ങളും വർദ്ധിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. ഇതിന് അടിയന്തരമായി എന്തെങ്കിലും നടപടി ഉടനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ ഈ പരാതി കൊടുത്ത ജോയിന്റ് എക്സൈസ് കമ്മീഷണർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, കോതമംഗലം എക്സൈസ് ഓഫീസർ, പോലീസ് സ്റ്റേഷൻ ഇവരാരും ഇതേവരെ നമുക്ക് അനുകൂലമായിട്ട് ഇതുവരെ നടപടി എടുത്തിട്ടില്ല. അപ്പൊ ഇത് നമുക്ക് അനുകൂലമായി നല്ല നടപടി എടുക്കുന്നത് വരെ നമ്മൾ എന്തായാലും ഈ സമരം തുടരും. പ്രദേശവാസിയായ അയ്യപ്പന്റെ വീടാണ് ഷാപ്പിനായി വാടകയ്ക്കെടുത്തിരിക്കുന്നത്. പ്രായമായ അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചാണ് വീട് വാടകയ്ക്കെടുത്തതെന്നും തങ്ങൾക്കിതേക്കുറിച്ച് അറിവില്ലെന്നും മക്കൾ പറഞ്ഞു. അച്ഛനെ ഇത് വഞ്ചിച്ച് ഒപ്പിടിയിച്ചതാണെന്നും പിന്നെ ഞാൻ അവിടെ ഇല്ലാത്ത സമയത്താണ് ഒപ്പിടിയിച്ചതും പിന്നെ ഞങ്ങളിത് അറിഞ്ഞത് ഇവിടുന്ന് അയൽവാസികൾ കള്ളു ഇവിടെ കൊണ്ടുവച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിത് അറിഞ്ഞത്. ഇത് ആർക്കാ എഴുതി കൊടുത്തേക്കണേന്ന് ഒപ്പിട്ട് തന്നെയെന്നും അറിഞ്ഞില്ല. അച്ഛൻ പറയുന്നത് വെള്ള പേപ്പറിലാണ് ഒപ്പിട്ടത്, മുദ്രപത്രം കൊണ്ട് വരും, അന്നേരം നല്ല പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. ഒരു വെള്ളക്കടലാസ് കാട്ടി 2 ഒപ്പിടാൻ പറഞ്ഞെന്നും കള്ള് വിൽക്കുന്ന കാര്യം തന്നോട് പറഞ്ഞിട്ടില്ലെന്നും കെട്ടിട ഉടമ അയ്യപ്പനും പറഞ്ഞു. യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഷാപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഷാപ്പ് ഇവിടെ നിന്ന് മാറ്റുന്നതുവരെ നാട്ടുകാർക്കൊപ്പം നിന്ന് പോരാട്ടം തുടരുമെന്ന് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി. ജനം, കൊച്ചി.